സിറിയയുടെ ഭരണത്തലവനായിട്ടുള്ള ബാസർ അൽ അസദ് അവിടുന്ന് രക്ഷപ്പെട്ടു. അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഇപ്പോൾ വാർത്തകൾ വരുന്നത് റഷ്യയിലാണ് എന്നാണ്. റഷ്യ എത്ര കാലം അദ്ദേഹത്തെ സംരക്ഷിക്കും എന്നുള്ളത് ഒരു സംശയം തന്നെയാണ്. പക്ഷേ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കണമെന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെ സംരക്ഷിക്കരുതെന്നുള്ള നിലപാടും എടുക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. അമേരിക്കയും ഈ നിലപാട് സ്വീകരിക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. എന്തായിരിക്കും പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ബാഷർ അൽ അസദ് റഷ്യയിലെത്തിയെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ നിർദ്ദേശപ്രകാരം ക്രെംലിനിലുള്ള വക്താവായ ദിമിത്രി പെസ്കോവാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പക്ഷേ അദ്ദേഹം എവിടെയാണെന്ന് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ബാഷർ അൽ അസാദിന് അഭയം നൽകിയത് റഷ്യയാണെന്ന് വ്യക്തമായിരിക്കുന്നു. ആദ്യം കരുതിയിരുന്നത് ഈ ഷിയ രാജവംശം അല്ലെ ഷിയ വിഭാഗം കൂടുതലുള്ള ഇറാനിലേക്ക് പോകുന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇറാനിലേക്ക് പോയില്ല, റഷ്യയിലേക്ക് അഭയം ചോദിക്കുന്നു, റഷ്യ സ്വാഗതം ചെയ്യുന്നു, നേരെ റഷ്യയിൽ വരികയാണ്. പക്ഷേ ഇപ്പോൾ റഷ്യ എല്ലാ കാലത്തും ഈ ബാഷർ അൽ അസാദിന് അഭയം നൽകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ വലിയ ക്രൂരകൃത്യങ്ങളാണ് ചെയ്തത്. സ്വന്തം ജനതയ്ക്ക് നേരെ രാസായുധം പ്രയോഗിച്ചു. അതൊരു വലിയ കുറ്റമാണ്. ഒരിക്കലും രാസായുധം പ്രയോഗിക്കാൻ പാടില്ല യുദ്ധ നിയമമൊക്കെ അനുസരിച്ച്. മാത്രമല്ല ഈ രാജ്യത്തെ 5 ലക്ഷത്തോളം ആളുകളെ ഇയാൾ കൊന്നിട്ടുണ്ട്. അതായത് സുന്നി വിഭാഗത്തെ ഇയാൾ കൊന്നു തീർത്തു എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല പ്രൊഫഷണലി ബൈ പ്രൊഫഷൻ ഇയാളുടെ ഡോക്ടറാണ്. അപ്പോൾ ഒരു ഡോക്ടർ ചെയ്യാൻ പാടില്ലാത്ത അത്ര ക്രൂരതകളാണ് ഇയാൾ അവിടെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ആ രാജ്യത്ത് നിന്ന് ഏതാണ്ട് 3 കോടിയോളം ആളുകൾ അഭയാർത്ഥികളായി മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അതിൽ തന്നെ ഏതാണ്ട് 80 ലക്ഷത്തോളം പേര് പോയിരിക്കുന്നത് തുർക്കിയിലേക്കാണ്. തുർക്കി എന്ന് പറയുന്ന രാജ്യം ഈ ഇവിടുത്തെ അഭയാർത്ഥികളെ കൊണ്ട് ഏതാണ്ട് പൊറുതിമുട്ടി. അങ്ങനെയൊക്കെ ചെയ്ത ഒരു ഭരണ അധികാരി, അദ്ദേഹം ഒരു ഏകാധിപതിയായിരുന്നു. കാരണം 2011 അവിടെ കലാപം തുടങ്ങിയിരുന്നു. അത് ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞിട്ട് അടിച്ചമർത്തുകയായിരുന്നു. പിതാവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് സ്വന്തം ജനതയ്ക്ക് മേൽ അറ്റാക്ക് നടത്തും. ഈ അറ്റാക്ക് നടത്തുന്നതെന്ന് പറഞ്ഞാൽ സ്കൂളുകൾക്കും ആശുപത്രികൾക്ക് നേരെ ഇയാൾ ആക്രമണം നടത്തുക. അതായത് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവിടെ ബോംബിടുന്നു, അത് കഴിഞ്ഞിട്ട് ആശുപത്രികളിൽ ബോംബിടുന്നു. അങ്ങനെയാണ് ഈ ബാഷർ അൽ അസദ് തൻ്റെ രാജ്യത്തെ ജനങ്ങളെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി നിർത്തിയത്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 13% അവിടുത്തെ ക്രിസ്ത്യാനികളുടെ ഒരു ജനസംഖ്യ. 10% ഈ ഷിയ വിഭാഗം, ബാക്കിയുള്ളത് മുഴുവൻ സുന്നിയ. അപ്പോൾ ഭൂരിപക്ഷമായ സുന്നിയെ മുഴുവൻ ഈ ന്യൂനപക്ഷമായ ഷിയ വിഭാഗത്തിലുള്ള ബാഷർ അൽ അസാദ് തൻ്റെ വിരൽത്തുമ്പിൽ നിർത്തുകയായിരുന്നു. അതായത് ഈ ഷിയ വിഭാഗത്തിൽ തന്നെ അലവൈറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. അതിൽപ്പെട്ടയാളാണ് ഈ ഏകാധിപതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇനി ഇയാളെ രക്ഷപ്പെടാൻ എന്തിനാണ് അനുവദിച്ചത്? ഇപ്പം വിമതസേന അവിടെ അധികാരത്തിലേക്ക് വരുന്നുണ്ട്, HTS. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊന്നും നമ്മൾ നോക്കണ്ട, ഇയാൾക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. അപ്പോൾ എല്ലാ കാലത്തും റഷ്യ ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ കാരണം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു നോക്കും. ആ അവസാനിച്ച് കഴിയുമ്പോൾ റഷ്യ മറ്റ് പല രാജ്യങ്ങളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരും. ഇപ്പോൾ കാനഡ നേരിട്ട് വന്നിച്ച് പറയുകയാണ് ഇയാളെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് കുറ്റവിചാരണ ചെയ്യണം. അപ്പോൾ റഷ്യക്ക് ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റത്തില്ല, തള്ളിക്കളയാനും പറ്റത്തില്ല. കാരണം ഇത്രയും നാൾ റഷ്യക്ക് സിറിയയിൽ തുറമുഖമൊക്കെ ഉണ്ടായിരുന്നു, റഷ്യ അങ്ങോട്ട് സഹായമൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. അപ്പോൾ റഷ്യ പകരം ഒരു ഉപാധി വെക്കും, ഇദ്ദേഹത്തെ ന്യൂട്രലായിട്ടുള്ള ഒരു രാജ്യത്ത് വിചാരണ ചെയ്യാം. അതായത് സിറിയയിൽ കൊണ്ടുപോയി വിചാരണ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്താൽ മിക്കവാറും ഒരു തൂക്കിക്കൊല്ലല്ലേ. അതുകൊണ്ട് ഒരു ന്യൂട്രലായ നിലപാട് സ്വീകരിക്കാം എന്ന് ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പം ഈ റഷ്യക്കെതിരെ മറ്റ് പല രാജ്യങ്ങളും, ഇപ്പം അമേരിക്കയുടെ പിന്തുണയുടെ പല രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഉപരോധത്തെ ഈ അറബ് രാജ്യങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. അറബ് രാജ്യങ്ങളും ഈ റഷ്യയും തമ്മിലൊക്കെ നല്ല ബന്ധമുണ്ട്. കാരണം റഷ്യയുടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ UAE പോലെയുള്ള രാജ്യങ്ങളിലും UAEക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് റഷ്യ പോലുള്ള രാജ്യങ്ങളിലുമൊക്കെ ഉണ്ട്. മാത്രമല്ല റഷ്യയാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഗ്യാസ് ഈ ലോക രാജ്യങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ റഷ്യയുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി വിച്ഛേദിച്ചാൽ ഈ ഗ്യാസ് സപ്ലൈ തന്നെ ബ്രേക്ക് ആയി പോകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ റഷ്യയുമായിട്ട് ഇപ്പോഴും നല്ല ബന്ധമാണ് പുലർത്തുന്നത്. മാത്രമല്ല ഈ പറയുന്ന ഭരണകക്ഷിയായ അലവൈറ്റ് എങ്ങനെയാണ് അവിടേക്ക് എത്തിച്ചേർന്നതിനെക്കുറിച്ച് ഇവർ രാജ്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ നോക്കുന്നത് എന്താ, പണ്ട് ഇത് ഫ്രഞ്ച് ആധിപത്യത്തിലായിരുന്നു സിറിയ. ഏതാണ്ട് 1920 മുതൽ 1946 വരെ ഫ്രഞ്ച് ആധിപത്യം ഉണ്ടായിരുന്ന സമയത്ത് ഈ ഫ്രഞ്ചുകാർ അവിടുത്തെ ജനതയെ ഈ തങ്ങളുടെ സൈന്യത്തിൽ ചേർക്കാൻ ശ്രമിച്ചു. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗമായ ഈ ഷിയയിലുള്ള ആൾക്കാരെയാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അലവൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പതുക്കെ ഈ സൈന്യത്തിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്ന് പതുക്കെ അവർ സായുധ സേനയുടെ നിയന്ത്രണം പിടിച്ചെടുക്കും. പിന്നീട് അവർ പതുക്കെ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നു. അങ്ങനെയാണ് സിറിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്നത്. 1963 സിറിയ അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടി എന്ന് പറയുന്ന ഒരു ഭരണകൂടം അധികാരത്തിലേക്ക് എത്തുന്നു. അപ്പോഴും ഈ പറയുന്ന ബാഷറിൻ്റെ പിതാവുണ്ട്, ഹാഫിസ് അൽ അസദ്. അദ്ദേഹം അവിടെ സൈന്യാധിപനായിരുന്നു. കൂടാതെ ബാത്ത് പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തി. അപ്പോൾ സിറിയയിലെ വ്യോമസേനാ മേധാവി പദവിയിലെത്തിയപ്പോൾ അദ്ദേഹം കൃത്യമായി അട്ടിമറി
നടപടിക്ക് നേതൃത്വം നൽകുന്നു. അങ്ങനെ 1966 ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഏകാധിപതിയായിട്ട് ഇദ്ദേഹം മാറുകയാണ്. അന്ന് വരെ ഉണ്ടായിരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തെ സുന്നി ആധിപത്യത്തെ പൂർണ്ണമായിട്ടും തകർക്കുന്നു. അപ്പോൾ സിറിയ പോലെ സുന്നിക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ഷിയ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അവിടെ അധികാരമേക്കുക എന്ന് പറഞ്ഞാൽ ക്രൂരമായ പ്രവൃത്തി ചെയ്തേ പറ്റുള്ളൂ. കാരണം തന്നെ എതിർക്കുന്നവരെ ആഭ്യന്തര കലാപം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് വെടിവെച്ച് കൊല്ലുന്നു. തന്നെ എതിർക്കുന്ന ജനസംഖ്യകൾക്ക് മേൽ ബോംബിടുന്നു. അവരെ പൂർണ്ണമായിട്ടും കശാപ്പ് ചെയ്യുന്നു. ഇവരെയൊക്കെ പിടിച്ചിരുന്ന ഒരു ജയിലുണ്ട്, ചുവന്ന തടവറ എന്ന് പറയുന്നത്. ഈ ചുവന്ന തടവറയിലേക്ക് ഇവരെല്ലാം പിടിച്ചിരുന്നു. ഇപ്പോൾ ഈ വിമതസേന അവിടെ പിടിച്ച് അടക്കി കഴിഞ്ഞപ്പോൾ ആദ്യം ഈ ജയിലിലുണ്ടായിരുന്ന മുഴുവൻ പേരും തുറന്നു വിട്ടു. അവർ ഭയങ്കര സന്തോഷത്തോടെ പുറത്തേക്ക് വന്നത്. കാരണം കുട്ടികൾ, സ്ത്രീകൾ, അതുപോലെ തന്നെ പ്രായമായ ആൾക്കാർ, എഴുത്തുകാർ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവരെയൊക്കെ തന്നെ ഏതാണ്ട് ജയിലിൽ അടച്ചതിന് ശേഷം സൂര്യോദയം കാണിച്ചിട്ടില്ല. അത്രയും ക്രൂരമായ നടപടിയാണ് സുന്നികളായതിന്റെ പേരിൽ, എതിർക്കുന്നതിന്റെ പേരിൽ. അതെ, ഇവർ എതിർക്കുന്നതിന്റെ പേരിൽ. കാരണം ഇവർ ഷിയ കുറച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറാനാണ്. ഹിസ്ബുള്ളയുടെ ഒരു പിന്തുണയുണ്ട്, ഇറാന്റെ സൈന്യമുണ്ട്, റഷ്യയുടെ സഹായമുണ്ട്. അപ്പോൾ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഇവർ പറയും എൻ്റെ പൊന്ന് റഷ്യ അല്ലെ ഇറാനെ ഇവിടെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ട്. അവർ വന്നങ്ങ് അറ്റാക്ക് ചെയ്യുക. കാരണം ഇയാളെ കൊണ്ട് ആവശ്യമുണ്ട്. റഷ്യയുടെ പ്രധാന ആവശ്യം അവരുടെ പോർട്ട് അവിടെ നിലനിർത്തുക എന്നുള്ളതാണ്. ഇറാൻ്റെ ആവശ്യം ഈ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ വളർത്തുന്നത് പോലെ അവരുടെ ചില ഷിയ തീവ്രവാദം അവിടെ വളർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഷിയ ഭരണാധികാരിയാണല്ലോ. അത്തരത്തിലുള്ള ബന്ധമാണ് കാഴ്ചവെച്ചത്. അപ്പോൾ തുർക്കിയിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ തുർക്കിയിലെ പ്രസിഡന്റായ തയ്യിബ് എർദോഗൻ പറഞ്ഞിരുന്നു ഇവിടേക്ക് വലിയ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്നു. ഇനിയെങ്കിലും നിങ്ങൾ ഇവിടുന്ന് കുറച്ച് ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകണം. കാരണം അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ. അപ്പോൾ ബാഷർ അൽ അസാദ് പറഞ്ഞു നിങ്ങൾ പോയി പണി നോക്ക്, എൻ്റെ രാജ്യത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. അപ്പോൾ ഈ തുർക്കിയുടെ പ്രസിഡന്റ് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ട്. കാരണം ഇത്രയും വലിയ ജനസംഖ്യ ഇവിടോട്ട് വരുന്നു, അഭയാർത്ഥികളെ തടയാൻ പറ്റില്ല, അവർക്ക് ഫുഡ് കൊടുക്കണം, അവർക്ക് ജോലിയില്ല. അപ്പോൾ ആ രാജ്യം ഏതാണ്ട് തകരുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ എന്തെടുത്തു, ഈ തയ്യിബ് എർദോഗൻ കുറച്ച് സഹായമൊക്കെ ഈ പറയുന്ന വിമത സേനയ്ക്ക് നൽകി. അപ്പോൾ HTS എന്ന് പറയുന്ന ഈ വിമത സേനയുടെ നേതാവ് അബു മുഹമ്മദ് അൽ ജൊലാനി, അയാൾ നേരത്തെ ഈ അൽഖ്വയ്ദയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാണ്. ഇറാഖിലാണ് പ്രവർത്തിച്ചത്. ഈ ഇറാഖിൽ വെച്ച് അമേരിക്ക ഇവരെയൊക്കെ പിടികൂടിയിരുന്നു. എന്നിട്ട് ഇയാളെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് എപ്പോഴോ ഈ ജൊലാനിയെ അമേരിക്ക പുറത്തു വിട്ടു. അതെപ്പോഴാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതിനകത്തൊരു ഉദ്ദേശം വെച്ച് തന്നെ, അതെ, ദുരൂഹത എന്ന് പറയുന്നത് ഈ ജൊലാനി അമേരിക്കയുടെ ചാരനാണെന്നുള്ളതാണ്. അപ്പം ഇറാഖിൽ നിന്ന് ഇയാളെ സിറിയയിലേക്ക് ഈ പറയുന്ന അവിടെ ഒരു ഭരണം പിടിച്ചെടുക്കണം, വിമതസേന ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് വിടുകയാണ്. അപ്പോൾ അൽഖ്വയ്ദയുടെ ഒരു ബദലായിട്ട് അല്ലെ അൽഖ്വയ്ദയുടെ ഒരു ബ്രാഞ്ചായിട്ട് തുടങ്ങാതെ ഇയാൾ അവിടെ HTS എന്ന് പുതിയതങ്ങ് തുടങ്ങി. അതിലേക്ക് നിറയെ ആൾക്കാർ ആകർഷിക്കപ്പെട്ടു. അങ്ങനെ ആകർഷിക്കപ്പെടണമെങ്കിൽ അവർക്ക് പണം കൊടുക്കണം, ആയുധം കൊടുക്കണം, അവരെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള തീവ്രവാദ സ്വഭാവം എത്തിക്കണം. ഇതൊക്കെ ആരാ പിന്തുണച്ചത്? അപ്പോൾ അതാണ് ഇറാൻ ചെയ്തത്. ഇറാൻ വലിയ തോതിൽ പണം കൊടുത്തു. കാരണം ഇറാൻ ഓയിൽ കിട്ടുന്ന വിറ്റ് കിട്ടുന്ന പൈസ ഉണ്ട്. റഷ്യ പിന്തുണത്തു, ആയുധങ്ങളൊക്കെ നൽകി. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇവർ കൃത്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തുർക്കിക്ക് ഇവരോട് ഭയങ്കര വിരോധമുള്ളതുകൊണ്ട് കഴിഞ്ഞ 6 മാസമായിട്ട് തുർക്കി ഈ HTSന് പണം നൽകി, സൈനിക സേവനം നൽകി, ബാക്കി എല്ലാ സപ്പോർട്ടും നൽകി. എന്നിട്ട് കൃത്യമായിട്ട് നൽകി. എന്നിട്ട് ഇവർക്ക് പറഞ്ഞു നിങ്ങൾ ആദ്യം അറ്റാക്ക് ചെയ്യേണ്ട അലപ്പോ എന്ന് പറയുന്ന നഗരമാണ്, അത് അവിടുത്തെ 2ാമത്തെ വലിയ നഗരം, അത് കീഴടക്കി കഴിഞ്ഞാൽ ഇവർ ഭയങ്കര സ്റ്റക്കായി പോകും. അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള ഹമ എന്ന് പറയുന്ന നഗരങ്ങളൊക്കെ കീഴടക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോഴാണ് ഈ സിറിയ മനസ്സിലാക്കി ഇത്രയും വലിയൊരു പ്ലാൻഡാണ് സാധനം എന്ന് മനസ്സിലായത്. മാത്രമല്ല ഇവർക്ക് ഇസ്രായേലിൻ്റെ ഒരു പിന്തുണയുണ്ട്. അപ്പോൾ സിറിയയിൽ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമുണ്ട്. ഈ ആയുധങ്ങൾ സത്യത്തിൽ റഷ്യ കൊടുത്തതോ അല്ലെങ്കിൽ ഇറാൻ കൊടുത്തോ ആയിരിക്കും. ഇത് ഈ വിമതസേന പിടിച്ചെടുക്കുമെന്നുള്ള ഭയത്താൽ ഇപ്പോൾ ഇസ്രായേൽ അവിടെയും കൊണ്ട് ബോംബിടുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് തിരിച്ചു വരും നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികളുടെയൊക്കെ അവസ്ഥ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തല്ലേ, അന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് ലോകത്ത് തന്നെ വലിയ ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം എന്ന് പറയുന്നത് സമാധാനത്തിന് വലിയ വിഘ്നമാണ് സൃഷ്ടിക്കുന്നത്. അതെ. പക്ഷേ എന്ന് തന്നെയായാലും ഈ ഷിയ തീവ്രവാദം ഒരു ഭാഗത്ത് ഒടുങ്ങുന്നു എന്നുള്ളത് ഒരു സമാധാനം തന്നെയാണ്. കാരണം ഏത് തീവ്രവാദം ഒടുങ്ങിയാലും അത് സമാധാനമാണ്. എങ്കിൽ പോലും ഈ ലോകത്ത് നടക്കുന്ന സമാധാനപരമായിട്ടുള്ള അല്ലെങ്കിൽ സമാധാനത്തിന് വിഘ്നമായി തീരുന്ന ഇത്തരം നടപടികൾ ഇതോടുകൂടി അവസാനിക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും അതിനൊരു ശമനം ഉണ്ടാകുമെന്ന് കണക്കാക്കാം. അതെ, കാരണം മാത്രമല്ല ഇപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ എന്തായാലും ഇയാളെ ബാഷർ അൽ അസാദിനെ വിചാരണയാണല്ലോ. അപ്പോൾ UN-ൻ്റെ അടുത്ത് അടിയന്തര രക്ഷാസമിതിയുടെ യോഗം വിളിക്കാനൊക്കെ അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ഇതിനുവേണ്ടി ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ റഷ്യ ഇയാളെ വിചാരണയ്ക്ക് വിട്ടുകൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇറാഖ് യുദ്ധത്തിന് ശേഷം നടന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും വിനാശകരമായ യുദ്ധമെന്നാണ് സിറിയയിലെ ഈ അട്ടിമറിയെ വിശേഷിപ്പിക്കുന്നത്. കാരണം വെറും 11 ദിവസം കൊണ്ടാണ് ബാഷർ അൽ അസാദ് എന്ന് പറയുന്ന ഭരണകൂടത്തെ ഈ വിമതർ വന്ന് അട്ടിമറിച്ചത്. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു മുന്നേറ്റം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹമാസ് ഈ ഇസ്രായേലിൻ്റെ എതിരെ ഒരു ആക്രമണം നടത്തിയതിൻ്റെ അനന്തരഫലമാണ് ഉണ്ടായിരിക്കുന്നത്. സിറിയയുടെ അധികാരം തന്നെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്, ഇയാളെ വിചാരണ ചെയ്യുമെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്.